1 2 3. ഇതെന്തു ചെയ്യുന്നേ? സുമോ സ്ക്വാട്ട്. അങ്ങോട്ട് മാറി വെക്കും. ഓക്കെ. നിങ്ങളും ഇതുപോലെയാണോ സുമോ സ്ക്വാട്ട് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ ഇന്ന് പഠിക്കാം. സുമോ സ്ക്വാട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം രണ്ട് കാലും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കാലപ്പാട്ട് ചെയ്ത് വെക്കാം. ടോ ഡയഗണലി ഫേസ് ചെയ്ത് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത്. ഇനി നമ്മൾ കാൽ എത്രത്തോളം വൈഡാക്കണം, എത്രത്തോളം ഉള്ളിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ചാണ് ഇരിക്കാം. അത് ഓരോ ആൾക്കാർക്കും വേറെ വേറെ തന്നെയായിരിക്കും. ഒരാൾ ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുന്ന കണ്ടിട്ട് അത്രയും ഞാനും വെക്കണം എന്നുള്ളതല്ല. എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീസും അതുപോലെ ഹീലും നമ്മൾ ഈ താഴേക്ക് ഇരിക്കുന്ന ടൈമിൽ ഒരു ലൈനിൽ വരണം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലാണ് അത് കറക്റ്റ്. അത് ഇൻ കേസ് അത് ചരിഞ്ഞോ അല്ലെങ്കിൽ വെളിയിലോട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കറക്റ്റ് അലൈൻമെന്റിൽ വെക്കുക, താഴേക്ക് പോവാം. ഇനി ഇത് ചെയ്യുമ്പോൾ യൂഷ്വലി ഒരു കാര്യം വരാറുള്ളത്, നമുക്ക് അപ്പർ ബോഡി ഈ കൂനി പോകുന്ന ഒരു കാര്യം വരാറുണ്ട്. സോ അത് വരാതിരിക്കാനായിട്ട് കൈ ബാക്കിലേക്ക് കൊണ്ടുപോയി കെട്ടിവെക്കുക. ഇനി നേരെ താഴേക്ക് പോവാം. അതുപോലെ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, താഴേക്ക് കൂടുതലായിട്ട് പോകും തോറും ഓട്ടോമാറ്റിക്കലി മുട്ട് ഫോർവേഡ് വരുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. സോ അത് വരാതെ ശ്രദ്ധിക്കുക. ഓരോ തവണ താഴേക്ക് പോകുമ്പോഴും മുട്ട് ഫോർവേഡ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. ഇനി കൂടുതലായിട്ട് ഡീപ്പറായിട്ട് താഴേക്ക് പോകണമെന്നുള്ളവർക്ക് കൈ ഫോർവേഡ് വെച്ചിട്ട് ഈ രീതിയിൽ പോകാവുന്നതാണ്. യൂഷ്വലി സംഭവിക്കാറുള്ളത്, താഴോട്ട് പോകാനായിട്ട് കുറച്ചുകൂടി ഒന്ന് പുഷ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നവർ ഓട്ടോമാറ്റിക്കലി ഈ അപ്പർ ബോഡി ഫോർവേഡ് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അതായത് ഹാഫ് വേ പോവും, കുറച്ച് പോയിട്ട് ബാക്കി ഇങ്ങനെ ചെയ്യും. അപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് താഴോട്ട് പോകുന്നതാണ്. പക്ഷെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ഹിപ്പ് താഴേക്ക് എത്രത്തോളം, കാൽമുട്ട് മടക്കി ഹിപ്പ് താഴേക്ക് എത്രത്തോളം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിലെ മെയിൻ കാര്യം. അതുപോലെ എപ്പോഴും അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് തന്നെ താഴേക്ക് പോവാം. ഇനി കൂടുതലായിട്ട് പുഷ് ചെയ്യണം എന്നുള്ളവർക്ക് രണ്ട് കൈയും താഴേക്ക് വെക്കുക, മാക്സിമം താഴോട്ട് പോവുക. കുറച്ചായിട്ട് ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ പുഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇനി സുമോ സ്ക്വാട്ട് ചെയ്യുമ്പോഴത്തേക്കും തുടക്കത്തിൽ കണ്ട ആള് ചെയ്ത പോലെ ചെയ്യരുത്. പ്രോപ്പർ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തു നോക്കാം.